ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് കൊല്ലം ജില്ലയിലുള്ള കാട്ടിൽ മേക്കതിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയപ്പം എടുത്ത വീഡിയോസാണ് കേട്ടോ. ചവറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ ചവറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ യാദൃച്ഛികമായിട്ട് അവിടെ ഇതിനു മുമ്പ് ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പോക്ക് എന്ന് പറഞ്ഞത് വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ അമ്പലത്തിൽ പോകാനായിട്ടോ ഒന്നും പോയതല്ല. എനിക്ക് വേറൊരു ആവശ്യമായിട്ട് എനിക്ക് അവിടെ വരെ പോവേണ്ടി വന്നപ്പോൾ ഞാൻ ഈ ഒരു ക്ഷേത്രത്തിലും കൂടി പോയതാണ്. അതൊരു ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു അമ്പലത്തിൽ പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് എനിക്കത് സാധിച്ചു. എനിക്ക് അതിൻ്റെ ഒരു സന്തോഷവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കടലിൻ്റെയൊക്കെ ഏകദേശം കടൽ തീരത്തായിട്ട് വരും. കടലിൻ്റെ നടുക്കെന്ന് വേണമെങ്കിൽ പറയാം. കുറേ ഭൂമി ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്താണ്. അതിൻ്റെ ബാക്കിലൊക്കെ അമ്പലത്തിൻ്റെ ബാക്കിലൊക്കെ കടലാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കുന്ന അപ്പുറത്താണ് അമ്പലത്തിൽ. അവിടെ ഈ ജങ്കാറ് വന്ന് ആളിനെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് ഇറക്കി ഇവിടുന്ന് ആളിനെ കയറ്റി അപ്പുറത്ത് പോയി അങ്ങനെയാണ് പോവാറ് അമ്പലത്തിൽ. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അവിടെ പോകാനായിട്ട്. അപ്പോൾ ഈ ജങ്കാറിലെ യാത്ര തന്നെ കണ്ടില്ല. കാട്ടിലമ്മ എന്നാണ് ആ ജങ്കാറിൻ്റെ പേര്. നല്ല രസമല്ലേ? നല്ല രസമാണ് അതിനകത്തുള്ള യാത്രയും ആ ഒരു ക്ഷേത്രത്തിലേക്കുള്ള പോക്കും ഒക്കെ. നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം, ആ ഒരു ഏരിയയൊക്കെ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ദുർഗാദേവിയും ഭദ്രാദേവിയും ഒക്കെയാണ് അവിടുത്തെ പ്രതിഷ്ഠ. മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ ദുർഗാദേവിയും കണ്ടിരുന്നു. പിന്നെ കുറച്ച് ഉപദേവതകളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ കുറച്ച് ധൃതിയിലാണ് പോയത്. അത് കാരണം എനിക്കിങ്ങനെ വിശദമായിട്ടൊരു വീഡിയോ പിടിക്കാനുള്ളൊരു സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, അതുമാത്രമല്ല ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു. ഞാൻ ഏകദേശം 10:45 മണിയൊക്കെ 11 മണി കഴിഞ്ഞപ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ ആ ഒരു ജങ്കാറിൽ ഞാൻ കയറുന്നത്. ഭയങ്കര വെയിലായിരുന്നു അത്. നമ്മൾ ഏകദേശം ഇങ്ങനെ മുഖത്തൊക്കെ വന്ന് വെയിലടിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പെട്ടെന്ന് കരുവാളിച്ച് അങ്ങനെ കരിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ല, അതുപോലെ ആവുന്ന ഒരു വെയിലായിരുന്നു. അവിടെ ഒരു ജങ്കാറിൽ തന്നെ ഒരു കുടകുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന ഒരാളിന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൻ്റെ മൂലയ്ക്ക് പോയി അതിൻ്റെ ഒരു തണലിലാണ് ഞാനും അവിടെ സ്ഥാനം പിടിച്ചിരുന്നത്. കാരണം പെട്ടെന്നങ്ങ് അപ്പുറത്തോട്ട് കിടക്കുമെങ്കിലും ആ ഒരു പെട്ടെന്ന് കിടക്കുന്ന ആ ഒരു അത്രയും സമയം ആ വണ്ടിക്കുള്ളിൽ ആ ഒരു ജങ്കാറിൽ ഇരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. തലയിൽ കൂടെയൊക്കെ ചൂടിയൊക്കെയാണ് ഞാൻ ഇരുന്നത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ചിലപ്പോൾ തൊണ്ടവേദന വരും, പനി വരും, അതൊക്കെ വന്ന് പിന്നെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടിട്ടാണ് കേട്ടോ. നല്ല രസമല്ലേ ഈ ഒരു ആ ഒരു വെള്ളത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് നല്ല പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് പോകാൻ സാധിച്ചാൽ പോയി തൊഴേണ്ട ഒരു അമ്പലം കൂടിയാണിത് കേട്ടോ. കാരണം അവിടെ പോകുന്നവർക്കെല്ലാം ദേവി കൈവിടത്തില്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഭക്തർക്ക് വിശ്വാസമുള്ള ഒരമ്പലം കൂടിയാണിത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും എനിക്കും നല്ല വിശ്വാസം ഉള്ള ഒരു അമ്പലമാണ്. ഇതിന് മുമ്പ് ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചാനലിലിട്ടില്ല. അത്രേ ഉള്ളൂ. ഇപ്പോൾ പോയപ്പം എനിക്ക് ചാനലുള്ളതിൻ്റെ പേരിൽ ഞാനിത് വിശദമായിട്ട് ഇങ്ങനെ പിടിച്ചു നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. വളരെ പ്രസിദ്ധമായ ഒരു അമ്പലം കൂടിയാണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ ഈ ടൂറിസ്റ്റ് വണ്ടികളിൽ ഇങ്ങനെ കാട്ടിൽ മേക്കതിൽ ആഴ്ചതോറും മണികെട്ടമ്പലം എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അവിടെ ഒരു ആലിലാണ് മണിയെല്ലാം കെട്ടാറ്. അപ്പോൾ അത് വളരെ ഭക്തി വിശ്വാസത്തോടു കൂടി ആൾക്കാർ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ആ അമ്പലത്തിൽ വന്നിട്ട്. അപ്പോൾ അമ്പലത്തിലോട്ട് പോകുന്ന വീഡിയോസ് ആ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് പറയാം. ഇപ്പം നമ്മൾ ജങ്കാറ് അപ്പുറത്തെ കടവിലോട്ട് അമ്പലത്തിൻ്റെ ആ ഒരു കടവിലോട്ട് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങുന്ന സമയമായി. അപ്പോഴും നമുക്ക് ആ ഗേറ്റ് ഇങ്ങനെ തുറന്നു തരുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ കടവിലെത്താം. അമ്പലത്തിൻ്റെ അവിടെ ആ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ ഷെഡ്. ഈ ജങ്കാറ് ചെന്നിറങ്ങുന്ന ആ ഒരു സ്ഥലത്ത്. ബാക്കിയൊക്കെ ഇങ്ങനെ പൊള്ളുന്ന വെയിലത്തൂടെ നടന്ന് പോകണം കണ്ട. അവിടെ നല്ല കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവിടെ ഉത്സവമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ എന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഒത്തിരി ചട്ടിയും കലവും പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാ ദിവസവും പൊങ്കാലയുണ്ട് കണ്ടോ. കാട്ടിൽ മേക്കതിൽ ഇത് വേറൊരു ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കാട്ടിൽ മേക്കതിൽ പോകണ വഴിയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത്തിരി ദൂരം ഒരു
കുറഞ്ഞത് 200-250 മീറ്റർ ഉണ്ടാവും തോന്നുന്നു. നടന്നു പോകാനായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. എന്തായാലും ആൾക്കാരെല്ലാവരും സ്പീഡിന് നടക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഭയങ്കരമായ ചൂടായതുകൊണ്ടിട്ടാണ് കേട്ടോ. ആ വെയിൽ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പിന്നെ ചെരുപ്പിടാതെ ഇറങ്ങി പോകണം എന്നായിരുന്നു ഞാൻ കരുതിയത്. അവിടെ ചെന്ന് ചെരുപ്പ് സൂക്ഷിക്കാൻ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴും ഞാനിങ്ങനെ എന്താ പറയുക, അവിടെയൊക്കെ റോഡ് വെട്ടിക്കുഴിച്ചിട്ടിരിക്കുന്ന കാരണം എനിക്ക് ഈ അമ്പലത്തിലോട്ട് പോകണ വഴി അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു സ്ത്രീയോട് വഴി ചോദിച്ചപ്പോൾ അവരും അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെയും എൻ്റെ വണ്ടിക്കുള്ളിൽ കയറ്റി ഞാനും അവരും കൂടെയാണ് വന്നത്. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത്, മോളെ ചെരുപ്പിട്ടോ, ഭയങ്കര ചൂടാണ്, മണലിൽ ചവിട്ടാൻ പറ്റുന്നത്. അതെന്തായാലും ഭാഗ്യമായി, കാരണം ഭയങ്കര തിളച്ച് കിടക്കുകയാണ് ആ മണലെല്ലാം, നമുക്ക് ചവിട്ടി പോകാനായിട്ട് പറ്റില്ല. കണ്ടോ കടൽ, അതിൻ്റെ ബാക്കിൽ ഈ അമ്പലം കാണാൻ അമ്പലം കണ്ട നല്ല സൂപ്പറായിട്ടില്ലേ. ഞാൻ ഈ അമ്പലത്തിൽ ആദ്യം വരുന്ന സമയത്തൊക്കെ ബാലാലയ പ്രതിഷ്ഠ നടന്ന ആ സമയത്താണ് ഞാൻ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. അമ്പലം പണിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല അമ്പലമായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അവിടെ ചെന്ന് നിന്നാലും നമുക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര സമാധാനം ഫീൽ ചെയ്യുന്നൊരു അന്തരീക്ഷമാണ്. ആ ഒരു ആലിലാണ് ഈ മണിയെല്ലാം കെട്ടുന്നത് ആൾക്കാർ കൊണ്ടുവന്നിട്ട്. കണ്ടോ, എല്ലാം ആൾക്കാർ ഭക്തർ വിശ്വാസത്തോടു കൂടി മണി തൊട്ടിൽ, കൊച്ചുങ്ങളൊക്കെ ഇല്ലാത്തവർ തൊട്ടിലൊക്കെ കൊണ്ടുവന്ന് കെട്ടി ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ അവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതും ഒക്കെ ഇവിടുത്തെ അനുഭവതകളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അമ്പലത്തിലെ ചുറ്റുപാടും ഇതുപോലെ എല്ലാം ഈ ഒരു ആരയാലിലാണ് ഞാൻ ഏറെ മണികൾ കണ്ടത്. പിന്നെ അങ്ങോട്ടൊക്കെ നിൽക്കുന്ന മരങ്ങളിലൊക്കെ ചെറിയ ചെറിയ മണികൾ. ഇതെല്ലാം ഞാൻ ഇങ്ങനെ പിടിച്ച് ഇവിടെ വന്നപ്പോഴാണ് വീഡിയോഗ്രാഫി പാടില്ല എന്നൊരു ബോർഡ് അവിടെ കണ്ടത് കേട്ടോ. പിന്നീട് ഞാൻ വിചാരിച്ചു എന്നാൽ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വേറെ പൊസിഷൻ പിടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറിപ്പോകുമായിരുന്നു. കാരണം അവിടെ കണ്ടോ, അരയാളിന് ചുറ്റും വീഡിയോഗ്രാഫി പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിരുന്നത്. അത് കാരണം അവരത് എഴുതി വെച്ചിരിക്കുന്ന കണ്ടതുകൊണ്ട് എനിക്ക് പിന്നീട് അവിടെ നിന്ന് വീഡിയോ പിടിക്കാൻ തോന്നിയില്ല, ഞാനിങ്ങി പോരുന്നു. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ആ മതിൽ അത്രയും ഹൈറ്റിൽ പൊക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് എന്താ പറയുക, കടലാണ്. കടലെന്ന് പറയുമ്പം പിന്നെ മറ്റേ പാറക്കല്ലൊക്കെ ഇട്ടിട്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ. എങ്കിലും നമുക്ക് കാണാം, അതിൻ്റെ ബാക്ക് വശത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കാണാം ബാക്ക് വ്യൂ. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് വ്യൂ ആണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് പുറത്തോട്ടിറങ്ങുന്ന വഴിയാണിത് കേട്ടോ. കണ്ടോ, ഈ പാറക്കല്ലിട്ട് പൊക്കിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് അപ്പുറത്തോട്ട് എന്താ പറയുക, കടലാണ്. എനിക്കപ്പോഴാ പാറക്കല്ലിലൊന്നും ചവിട്ടി കയറാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു. അത് കാരണം അവിടെയെങ്കിലും തറയിൽ കാല് ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഞാൻ ആ പാറക്കെട്ടിലോട്ട് പോയിന്ന് വീഡിയോ പിടിക്കാൻ. അതുമല്ല, ഞാൻ അവിടെ അങ്ങനെ നിന്ന് വീഡിയോ പിടിച്ച് വെള്ളത്തിൽ കമന്ന് വീഴുന്നാൽ ആരും കാണൂല, അവിടെയെങ്കിലും ആരും ഇല്ല ആ ഒരു ബാക്ക് സൈഡിലൊന്നും. എല്ലാവരും അങ്ങ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ചെന്ന സമയത്ത് പൂജയ്ക്ക് അമ്പലം അടയ്ക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാനും എനിക്ക് അവിടെ ചെന്ന് നിന്നപ്പം എനിക്കൊരു മണി കെട്ടണമെന്ന് തോന്നി. ഞാനൊരു മണി മേടിച്ചു, കെട്ടി ദേവിക്ക് മണി മേടിച്ചു, പൂജയ്ക്ക് കൊടുത്തു. പൂജയ്ക്ക് ആ അമ്പലത്തിനുള്ളിൽ പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു എന്താ പറയുക മണി തരിക. അപ്പോഴാ മണി നമ്മൾ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് അരയാലിന് 7 പ്രദക്ഷിണം വെച്ച് വേണം ആ മണി കെട്ടാനായിട്ട്. ഇവിടെ ഒരുപാട് അനുഭവസ്ഥരുണ്ട്, ഒരുപാട് പേര്. കാരണം ഒത്തിരി പേരെടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ അനുഭവം പറയുമ്പം നല്ല അനുഭവമാണ് പറഞ്ഞത്. എനിക്ക് അവിടെ നിന്ന് കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കഞ്ഞിയും പയറുമായിരുന്നു. ദേവിക്ക് അവിടെ എന്നും അന്നദാനമുണ്ട്. അപ്പോൾ കഞ്ഞിയും പയറുമാണ്. അതൊരു ഭക്തർക്കൊരു ആശ്വാസമാണ് കേട്ടോ, വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാമല്ലോ. ഞാനും പൂജയ്ക്ക് അമ്പലം അടിച്ചിട്ടിരുന്ന സമയത്ത് ഞാൻ പോയി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് പിന്നീടാണ് മണിയൊക്കെ കെട്ടിയത് കേട്ടോ. കണ്ടോ, ആൾക്കാരെല്ലാം നിന്ന് മണി കെട്ടുന്നുണ്ടോ. പിന്നീട് ഞാൻ വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള എല്ലാവരും ഭയങ്കര വീഡിയോ പിടുത്തം നടക്കുകയാണ്. അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചിട്ട് ഞാനും ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നതെന്ന് വെച്ചിട്ട് ഞാനും കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചു കേട്ടോ അവിടെ നിന്നിട്ട് ഫ്രണ്ടിൽ. അതാണ് ഈ കാണുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന എന്താ ആനക്കൊട്ടിൽ പോലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല നല്ല സ്പേസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പുറത്തെ സൈഡിൽ ഈ സൈഡല്ല,